കോൺഗ്രസ് വലിയ ദൗത്യങ്ങൾ ഏറ്റെടുക്കുകയാണ്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വിജയം അത് കോൺഗ്രസിന് നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല. കഴിഞ്ഞ 2 ദിവസങ്ങളായി വയനാട്ടിൽ നടന്ന ലീഡേഴ്സ് ക്യാമ്പ് അത് പൂർത്തിയായിരിക്കുന്നു. എന്തായാലും ഈ ക്യാമ്പിലും കോൺഗ്രസ് വലിയ ലക്ഷ്യങ്ങളും പ്രഖ്യാപനങ്ങളുമാണ് നടത്തുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് പുതിയ പദ്ധതിക്കൊരുങ്ങുകയാണ് സംസ്ഥാന കോൺഗ്രസ്. വയനാട്ടിൽ നടന്ന നേതൃ ക്യാമ്പിൽ നേതാക്കൾ കൂടുതൽ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലണമെന്ന നിർദ്ദേശമാണ് ഉണ്ടാവുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പും പിന്നീട് അതിന് പിന്നാലെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുമാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നേട്ടത്തിൽ പാർട്ടിക്ക് വലിയ ആത്മവിശ്വാസം വേണ്ടെന്നാണ് കോൺഗ്രസിന്റെ ചിന്തൻ ശിബിറിൽ KC വേണുഗോപാൽ പ്രവർത്തകർക്ക് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. ഇതിനിടെ K മുരളീധരനെതിരെ വിമർശനവുമായി TM പ്രതാപനും രംഗത്തെത്തിയിട്ടുണ്ട്. കാരണം തൃശ്ശൂരിലെ തോൽവി സംബന്ധിച്ചാണ് ഇത്തരമൊരു വിമർശനമുണ്ടായത്. തൃശ്ശൂരിൽ തോൽവി ഉണ്ടാകുമ്പോൾ പാർട്ടിയെ കുറ്റം പറയുകയും വിജയമുണ്ടാകുമ്പോൾ സ്ഥാനാർത്ഥിയുടെ മികവ് ഉയർത്തിക്കാട്ടുകയും ചെയ്യുന്ന ശൈലി ശരിയല്ല എന്നതാണ് K മുരളീധരനെതിരെ TM പ്രതാപൻ ഉപയോഗിച്ച വാക്കുകൾ. വിശദാംശങ്ങൾ നമുക്ക് പരിശോധിക്കാം. ഡാൻ കുര്യൻ ചേരുന്നുണ്ട്. ഡാൻ, കോൺഗ്രസ് വലിയ ശക്തമായി തന്നെ ഈ പ്രചരണ രംഗത്തേക്ക് വരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഊർജം ഉൾക്കൊണ്ടുകൊണ്ടാണ് വരുന്നത്. അവർക്ക് മുന്നിൽ 2 വെല്ലുവിളികളാണ്. ഒന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പും മറ്റൊന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സംഘടനാ സംവിധാനം ശക്തമാണെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയൂ. ലോക്സഭയിൽ വിജയമുണ്ടായെങ്കിൽ കൂടിയും സംഘടനാതല മികവല്ല എന്ന് കോൺഗ്രസ് വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ട്. എന്താണ് കോൺഗ്രസിന്റെ പുതിയ ലക്ഷ്യങ്ങൾ, പദ്ധതികൾ? ഡാൻ. സജിത്ത്, നിയമസഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഇതേ വിജയം, ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ വിജയം ആവർത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് 2 ദിവസത്തെ നേതൃ ക്യാമ്പിൽ പ്രധാനമായും ചർച്ച ചെയ്തത്. സ്വാഭാവികമായി നിലവിലുണ്ടായിരിക്കുന്ന സാഹചര്യം, അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയൊരു നേട്ടം സംസ്ഥാനത്ത് ഉണ്ടാക്കിയതിൻ്റെ കാരണം പാർട്ടിയുടെ സംഘടനാ തലത്തിലുണ്ടായ മികവുമല്ല, അതിനപ്പുറത്തേക്ക് ഭരണവിരുദ്ധ വികാരം അലയടിച്ചിരുന്നുവെന്ന് നേരത്തെ തന്നെ വിലയിരുത്തിയതാണ്. അതുകൊണ്ട് അതേ ശൈലിയിൽ മുമ്പോട്ട് പോയാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലും നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്നത് മിഥ്യാധാരണ മാത്രമാണ് എന്നാണ് ഈ ചിന്തൻ ശിബിറിൻ്റെ വിലയിരുത്തൽ. പ്രധാനമായി KC വേണുഗോപാൽ അടക്കം AICCയുടെ സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ നേതാക്കൾക്ക് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പും അതുതന്നെയാണ്. അതേ ശൈലിയിലാവരുത് മുമ്പോട്ട് പോകേണ്ടത്. ബൂത്ത് തലം മുതൽ പ്രവർത്തനത്തിൽ മാറ്റം വരുത്തണം. ബൂത്ത് തലം മുതൽ പാർട്ടിയെ തദ്ദേശ തെരഞ്ഞെടുപ്പിനും നിയമസഭാ തിരഞ്ഞെടുപ്പിനും വേണ്ടി സജ്ജമാക്കണം. അതിനു വേണ്ടിയിട്ടുള്ള നടപടികളാകണം ചർച്ച ചെയ്യേണ്ടത്. മിഷൻ 2025 അടിയന്തരമായി രൂപം നൽകണം. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം ഇനി അങ്ങോട്ടുള്ള പ്രവർത്തനങ്ങളെന്ന് വിശദീകരിക്കുകയുണ്ടായി. അതോടൊപ്പം നമുക്കറിയാം, പ്രതിപക്ഷ നേതാവിനും KPCC അധ്യക്ഷനും ഇടയിൽ നിലനിന്നിരുന്ന അസ്വാരസ്യങ്ങൾ പറഞ്ഞു തീർക്കുന്നതിന് വേണ്ടി ഹൈക്കമാൻഡിൻ്റെ കൃത്യമായ ഇടപെടൽ നേരത്തെ മുതൽ തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ യോഗത്തിലും അക്കാര്യങ്ങൾ മുതിർന്ന നേതാക്കൾ ആവർത്തിച്ചു. പ്രധാനമായി KPCCയുടെ കർമ്മപരിപാടികൾക്ക് KPCC അധ്യക്ഷൻ K സുധാകരൻ നേതൃത്വം നൽകുമെന്നും അതോടൊപ്പം UDF ചെയർമാൻ എന്ന നിലയിൽ UDFിൻ്റെ പദ്ധതികൾ അത് പ്രത്യേകമായി ആവിഷ്കരിക്കുമെന്നുമാണ് പ്രതിപക്ഷ നേതാവ് യോഗത്തെ അറിയിച്ചിരിക്കുന്നത്. സ്വാഭാവികമായി 2 ദിശയിൽ നേതാക്കൾ പോകരുത്, ഒരേ ദിശയിൽ തന്നെ ആയിരിക്കണം പോകേണ്ടത്. അതോടൊപ്പം മാധ്യമങ്ങളോട് ഇടപെടുന്നതിൽ ജാഗ്രത പുലർത്തണമെന്ന നിർദ്ദേശവും മുതിർന്ന നേതാക്കൾ യോഗത്തിൽ പങ്കുവച്ചിട്ടുണ്ട്. അതിനിടയിലാണ് K മുരളീധരനെതിരെ പരോക്ഷ വിമർശനം TN പ്രതാപൻ ഉന്നയിച്ചു യോഗത്തിൽ എന്ന കാര്യങ്ങളും വലിയ തരത്തിൽ ചർച്ചയാകുന്നത്. പക്ഷേ അത് നിരാകരിച്ചുകൊണ്ട് ഇത് അടിസ്ഥാനരഹിതമായ വാർത്തയാണ് എന്ന് പറഞ്ഞ് TN പ്രതാപൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ആ പോസ്റ്റും വലിയ തരത്തിൽ കോൺഗ്രസ് ക്യാമ്പുകളിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് സജിത. അതാണ് ആ തരത്തിൽ കോൺഗ്രസിൽ നടക്കുന്ന ആലോചനകൾ. ഡാൻ, ഒരു കാര്യം കൂടി, കോൺഗ്രസിന്റെ ലക്ഷ്യം നിയമസഭാ തദ്ദേശ തെരഞ്ഞെടുപ്പുകളാണ് ഇനി. പക്ഷേ നമുക്കറിയാം, നേരത്തെ KPCC ഓഫീസിൽ നടന്ന അവലോകന യോഗത്തിൽ സംഘടനാതലത്തിലുള്ള പിഴവുകൾ ഇപ്പോഴും നിലനിൽക്കുന്നു എന്ന കാര്യം ഇവർ പറയുന്നുണ്ട്. ഇതിൻ്റെ ഈ സംഘടനാതല പിഴവുകൾ നിലനിൽക്കുമ്പോൾ സംഘടനയെ മെച്ചപ്പെടണമെങ്കിൽ ഒരു പൊളിച്ചെഴുത്ത് സംഘടനാതലത്തിൽ ഉണ്ടാവണമെന്ന ആവശ്യം ഉണ്ടാവുന്നുണ്ട്. ഇവിടെയാണ് KPCC അധ്യക്ഷ പദവിയിൽ മാറ്റമുണ്ടാകുമോ, സംഘടനാതലത്തിൽ മറ്റു ചില മാറ്റങ്ങൾ ഉണ്ടാകുമോ എന്ന ചിന്തകളൊക്കെ ഉണ്ടായത്. ഈ വയനാട് ക്യാമ്പിന് ശേഷം അത്തരം ചില ചർച്ചകൾ ശക്തിപ്പെടാൻ സാധ്യതയുണ്ടോ? എന്താണ് കോൺഗ്രസിൽ നേതൃതലത്തിൽ ഒരു മാറ്റ സാധ്യതകളും അതിൻ്റെ ചർച്ചകളും ഏതു തരത്തിലാണ് നടക്കുന്നത്? ഡാൻ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുന്ന സാഹചര്യത്തിൽ തന്നെ സംഘടനാ തലത്തിൽ പൊളിച്ചെഴുത്ത് വേണമെന്ന അഭിപ്രായവുമായി ഒരുപറ്റം നേതാക്കൾ രംഗത്ത് വന്നിരുന്നു. KPCC അധ്യക്ഷനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റാനുള്ള നീക്കങ്ങളുടെ ഭാഗമായാണ് അദ്ദേഹത്തെ കണ്ണൂരിൽ അദ്ദേഹത്തിൻ്റെ ഇഷ്ടം മറികടന്നുകൊണ്ട് സ്ഥാനാർത്ഥിയാക്കാൻ പാർട്ടി വീണ്ടും നിർബന്ധിക്കുന്നത് എന്ന തരത്തിലുള്ള പ്രചാരണങ്ങൾ വരെ ശക്തമായി. അതിനിടയിലാണ് വലിയ ഭൂരിപക്ഷത്തിൽ K സുധാകരൻ കണ്ണൂരിൽ നിന്ന് ജയിച്ച് വീണ്ടും KPCC അധ്യക്ഷ സ്ഥാനം ഹൈക്കമാൻഡിന് മേൽ ശക്തമായ സമ്മർദ്ദം ചെലുത്തി
പെട്ടെന്ന് തന്നെ പദവിയിലേക്ക് തിരികെ എത്തുന്ന സാഹചര്യമുണ്ടായത്. അതിനിടയിൽ പെട്ടെന്നൊരു നേതൃമാറ്റം എന്ന് പറയുന്നത് പ്രായോഗികമായി നടത്താൻ കഴിയുന്ന കാര്യമല്ല. മാത്രമല്ല KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് K. സുധാകരനെ ഏതെങ്കിലും തരത്തിൽ മാറ്റുന്നതിനുള്ള ചർച്ചകൾ നടന്നാൽ സ്വാഭാവികമായി അദ്ദേഹത്തെ അനുകൂലിക്കുന്ന മുതിർന്ന നേതാക്കൾ സമാനമായ വിഷയം പ്രതിപക്ഷ നേതാവിൻ്റെ കാര്യത്തിലും ആവർത്തിക്കണമെന്ന നിലപാടെടുക്കും. അത് പാർട്ടിക്കുള്ളിൽ സമാനതകളില്ലാത്ത പ്രതിസന്ധി ഉണ്ടാക്കും. അതുകൊണ്ട് തൽക്കാലത്തേക്ക് അങ്ങനെയൊരു നീക്കം കോൺഗ്രസിനുള്ളിൽ നടക്കാൻ സാധ്യതയില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പ് വരെ ഇപ്പോൾ പാർട്ടി നേതൃത്വം എങ്ങനെയാണോ മുമ്പോട്ട് പോകുന്നത് അതേ ശൈലിയിൽ അതേ നേതൃത്വം തന്നെ പാർട്ടിയെ നയിക്കാനുള്ള സാധ്യതകളാണ് നിലവിലുള്ളത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ പ്രകടനം എങ്ങനെയായിരിക്കുമോ അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി പാർട്ടി ഒരുങ്ങുക. സ്വാഭാവികമായി തദ്ദേശ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള കർമ്മ പരിപാടികൾ KPCC അധ്യക്ഷൻ K. സുധാകരൻ തന്നെ രൂപം നൽകാൻ ആവശ്യപ്പെട്ടിരിക്കുന്ന സ്ഥിതിക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പ് വരെ ആ സ്ഥാനത്തിലൊന്നും മാറ്റമുണ്ടാകാനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല. പക്ഷേ നേതൃത്വത്തിനിടയിൽ നിലനിൽക്കുന്ന അഭിപ്രായ ഭിന്നതകൾ മറനീക്കി പുറത്തു വന്നിരിക്കുന്ന സാഹചര്യത്തിൽ അത് പരിഹരിച്ചുകൊണ്ട് നേതാക്കൾ ഒറ്റക്കെട്ടായി മുമ്പോട്ട് പോകണമെന്ന ഹൈക്കമാൻഡിന്റെ നിർദ്ദേശം മുമ്പിലുണ്ട്. അതിനുവേണ്ടി ഏത് തരത്തിലുള്ള ഇടപെടലുകളായിരിക്കും ഇനി ഉണ്ടാകുക എന്നതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. സജിത്ത്, ഡാൻ, ഒരു കാര്യം കൂടി, ഇപ്പൊ ഡാൻ തന്നെ പുറത്തുവിട്ട ഈ കൂടോത്ര വിവാദം, K. സുധാകരനുമായി ബന്ധപ്പെട്ട ആ വാർത്തയടക്കം ഈ വയനാട് ലീഡേഴ്സ് ക്യാമ്പിൽ ചർച്ചയായി എന്ന് കേൾക്കുന്നു. നിയമസഭയിൽ പലപ്പോഴും ഈ വിവാദം വന്നപ്പോൾ അതിൽ മറുപടി പറയാൻ പോലും തങ്ങൾക്ക് കഴിഞ്ഞില്ല എന്ന് പ്രതിപക്ഷ നേതാവ് അത്തരമൊരു നിലപാട് ഈ ലീഡേഴ്സ് ക്യാമ്പിൽ വിമർശന ബുദ്ധിയാ തന്നെ സുധാകരനെതിരെ നിലപാടെടുത്തു എന്നൊക്കെ ചില വാർത്തകൾ പുറത്തു വന്നിരുന്നു. പൊതുവിൽ ഈ ലീഡേഴ്സ് ക്യാമ്പിൽ നേതാക്കളുടെ ഇത്തരം നീക്കങ്ങളിലും പരാമർശങ്ങൾ നടക്കുന്നുണ്ടോ? കൂടോത്ര വിവാദം എത്ര കണ്ടുള്ള ഒരു പ്രതിഫലനം ഈ വയനാട് ക്യാമ്പിൽ ഉണ്ടാക്കിയിട്ടുണ്ട്? അതിന്റെ സൂചനകൾ ലഭ്യമാവുന്നുണ്ടോ ഡാൻ? അതായത് രാജ്മോഹൻ ഉണ്ണിത്താനുമായി ബന്ധപ്പെട്ട K. സുധാകരൻ ഞാനും രാജ്മോഹൻ ഉണ്ണിത്താനും എന്ന തരത്തിൽ ഈ കാര്യങ്ങൾ വിശദീകരിക്കുന്നതിനിടയിൽ ഏതോ ഒരു പരാമർശം നടത്തി. അതിനിടയിലാണ് ഇദ്ദേഹം അതായത് KPCC അധ്യക്ഷൻ രാജ്മോഹൻ ഉണ്ണിത്താനുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പൊതുവിൽ സംസാരിക്കുന്നതിനിടയിൽ നേതാക്കൾ പൊട്ടിച്ചിരിച്ചു പെട്ടെന്ന്. അപ്പോൾ ആ ചിരി ഈ കൂടോത്രത്തിൻ്റെ കാര്യത്തിലാണ് അങ്ങനെ ഒരു ചിരി അവിടെ പടർന്നു പിടിച്ചത്. സ്വാഭാവികമായി കോൺഗ്രസ് നേതൃത്വം മൗനം വെടിഞ്ഞ് അക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കേണ്ട പല സാഹചര്യത്തിലും മൗനം തുടരുന്ന സാഹചര്യമായിരുന്നു. പക്ഷേ ഒടുവിൽ നിയമസഭയിൽ അത് സജീവമായ ചർച്ചകൾക്ക് വഴിവെച്ചതിന് പിന്നാലെയാണ് ഞാൻ ആ നാട്ടുകാരനല്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷ നേതാവ് ഈ വിവാദങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറിയത്, അതിൽ പ്രതികരണങ്ങൾ നടത്താതെ ഒഴിഞ്ഞു മാറിയത്. രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള നേതാക്കളും അതേ മൗനം തന്നെ ഈ വിഷയത്തിൽ തുടർന്നു. മറ്റ് മുതിർന്ന നേതാക്കൾ ആരും അക്കാര്യത്തിൽ സംസാരിച്ചുമില്ല. അതേസമയം KPCCയുടെ താൽക്കാലിക അധ്യക്ഷന്റെ ചുമതല വഹിച്ചിരുന്ന MM ഹസൻ കൃത്യമായി നിലപാട് വ്യക്തമാക്കി. K. സുധാകരനാണ് ഇക്കാര്യത്തിൽ അഭിപ്രായം പറയേണ്ടത്, അദ്ദേഹം മൗനം വെടിയണമെന്ന് MM ഹസനാണ് മാധ്യമങ്ങൾക്ക് മുമ്പിൽ ആവർത്തിച്ചത്. പക്ഷേ ഇപ്പോഴും KPCC അധ്യക്ഷൻ എന്താണ് സംഭവിച്ചത് എന്ന കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള പരസ്യ പ്രതികരണങ്ങൾക്കും തയ്യാറായിട്ടില്ല. സ്വാഭാവികമായി കോൺഗ്രസ് ക്യാമ്പിനുള്ളിൽ ഇപ്പോഴും സജീവമായ ചർച്ചയിൽ ഉള്ള വിഷയം തന്നെയാണത്. പക്ഷേ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് KPCC അധ്യക്ഷൻ മൗനം തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനിടയിലാണ് മ്യൂസിയം പോലീസ് ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രാഥമികമായ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ അന്വേഷണം ഏതെങ്കിലും ദിശയിൽ പാർട്ടി നേതൃത്വവുമായി ഈ കാര്യങ്ങളിൽ വിശദീകരണം തേടുന്ന തരത്തിലേക്കൊക്കെ കാര്യങ്ങൾ നീങ്ങിയാൽ സ്വാഭാവികമായി അവർക്ക് പരസ്യ പ്രതികരണവുമായി രംഗത്തെത്തേണ്ടത് അനിവാര്യതയാകുന്ന സാഹചര്യമായി മാറുകയും ചെയ്യും. സജിത, യെസ്, അതാണ് സാഹചര്യം. എന്തായാലും വയനാട് ക്യാമ്പിന് ശേഷം കോൺഗ്രസ് ഏത് തരത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരും, തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ലക്ഷ്യമിട്ടുകൊണ്ട് കോൺഗ്രസ് എങ്ങനെ ഒരുങ്ങുന്നു എന്നതാണ് നമ്മൾ പരിശോധിച്ചത്. കോൺഗ്രസ് വലിയ പദ്ധതികളും ആത്മവിശ്വാസത്തിലുമാണ് കോൺഗ്രസ് ക്യാമ്പ്. ഇനി നമുക്ക് സ്വർണം